ജമ്മുകശ്മീരിലെ അതിർത്തി ജില്ലയായ രജൌരിയിൽ ദിവസങ്ങളായി തുടർന്ന കനത്ത മഴ മിന്നൽ പ്രളയത്തിനും വെള്ളപ്പൊക്കത്തിനും വഴിവെച്ചതോടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഗുരുതര പ്രതിസന്ധി രൂപപ്പെട്ടു. ശനിയാഴ്ച വൈകുന്നേരം ആരംഭിച്ച മഴ ഞായറാഴ്ച പുലർച്ചെയോടെ അതിശക്തമായതോടെയാണ് നദികളും തോടുകളും അരുവികളും കരകവിഞ്ഞൊഴുകിയത്. ഇതോടെ രജൌരി പട്ടണത്തിലും പരിസര പ്രദേശങ്ങളിലുമായുള്ള നിരവധി താഴ്ന്ന മേഖലകൾ മണിക്കൂറുകൾക്കകം വെള്ളത്തിനടിയിലായി. വെള്ളപ്പൊക്കത്തിന്റെ തീവ്രത കാരണം നൂറുകണക്കിന് കുടുംബങ്ങളെ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ച് സുരക്ഷിത ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റേണ്ടി വന്നു. പ്രളയത്തിന്റെ ഏറ്റവും വലിയ ആഘാതം നേരിട്ടത് രജൌരി പട്ടണത്തിലെ ബേല പ്രദേശവും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരവുമാണ്. ദർഹാലി നദിയിലെ ജലനിരപ്പ് അതിവേഗം ഉയർന്നതിനെ തുടർന്ന് നദീതീരത്ത് നിർമ്മിച്ചിരുന്ന വെള്ളപ്പൊക്ക സംരക്ഷണ മതിൽ തകർന്നു. ഇതിലൂടെ കുത്തിയൊഴുകിയ വെള്ളം നേരിട്ട് പുതിയ ബസ് സ്റ്റാൻഡ് സമുച്ചയത്തിലേക്കും പാർക്കിംഗ് മേഖലയിലേക്കും ഇരച്ചുകയറി. പാർക്ക് ചെയ്തിരുന്ന നിരവധി ബസ്സുകളും കാറുകളും മറ്റു വാഹനങ്ങളും വെള്ളത്തിൽ മുങ്ങുകയോ ഒഴുക്കിൽപ്പെട്ട് നശിക്കുകയോ ചെയ്തു. ചില വാഹനങ്ങൾ കിലോമീറ്ററുകൾ അകലേക്ക് ഒഴുകിപ്പോയതായും അധികൃതർ അറിയിച്ചു. തുടർച്ചയായ മഴയെ തുടർന്ന് ദർഹാലി, ഖണ്ഡ്ലി, സുക്തോ, ജമോള എന്നീ പ്രധാന നദികളും ചെറു അരുവികളും കരകവിഞ്ഞൊഴുകി. മിക്ക ജലാശയങ്ങളിലെയും ജലനിരപ്പ് അപകടരേഖയോട് ചേർന്നോ അതിനു മുകളിലോ എത്തിയതോടെ നദീതീരങ്ങളിലുള്ള നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി. താഴ്ന്ന പ്രദേശങ്ങളിലെ റോഡുകൾ മുഴുവനും വെള്ളത്തിനടിയിലായതിനാൽ പല പ്രദേശങ്ങളും പുറം ലോകവുമായി താൽക്കാലികമായി ബന്ധം നഷ്ടപ്പെട്ടു. റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും വൈദ്യുതി, ആശയവിനിമയ സംവിധാനങ്ങൾക്കും ചിലയിടങ്ങളിൽ തടസ്സം നേരിടുകയും ചെയ്തു. അബ്ദുള്ള പാലത്തിന് സമീപമുള്ള പ്രദേശങ്ങളിൽ സ്ഥിതി അതീവ ഗുരുതരമായിരുന്നു. ഇവിടെ മാത്രം 50-ലധികം കുടുംബങ്ങളെ അടിയന്തരമായി വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ആകെ നൂറുകണക്കിന് ആളുകളെയാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് രക്ഷാപ്രവർത്തകർ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയത്. പ്രാദേശിക ഭരണകൂടം, ദുരന്ത നിവാരണ സേന, പോലീസ്, അഗ്നിരക്ഷാസേന എന്നിവയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. പ്രളയത്തിനിടെ ഒരു യുവതി ഒഴുക്കിൽപ്പെട്ട് കാണാതായതായി റിപ്പോർട്ടുകളുണ്ട്. യുവതിക്കായി തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ്. മഴയും ശക്തമായ ഒഴുക്കും രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്നുണ്ടെങ്കിലും കാണാതായവരെ കണ്ടെത്താനുള്ള ശ്രമം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നിരവധി വീടുകളിലേക്ക് വെള്ളം കയറിയതോടെ ഗൃഹോപകരണങ്ങളും കൃഷിയിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും നശിച്ചു. റോഡുകളും പാലങ്ങളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. നാശനഷ്ടങ്ങളുടെ വ്യാപ്തി കൃത്യമായി വിലയിരുത്തുന്നതിനുള്ള സർവേ വിവിധ വകുപ്പുകൾ സംയുക്തമായി നടത്തിവരികയാണ്. സ്ഥിതി വിലയിരുത്താൻ ജില്ലാ ഭരണകൂടം പ്രത്യേക നിയന്ത്രണ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അടിയന്തര സഹായത്തിനും രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനുമായി കൺട്രോൾ റൂമുകളും പ്രവർത്തനം ആരംഭിച്ചു.